ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. മ്യൂ. മ്യാവ്. എന്ത് പറ്റി മ്യൂ? മ്യാവ്. ആ നമുക്ക് സ്റ്റോറി ഉണ്ടാകത്ത് പോവാം. മ്യൂ. ഓക്കെ മ്യൂ. ഞാൻ കഥ പറയാൻ പോവാ. അതെ, നമുക്കിന്ന് സ്റ്റോറി ഇട്ട് പോവാം. ഓക്കെ. പോലീസ് ഗേൾ ആൻഡ് അഡൽ. ഓക്കെ, ഇതിൽ 3 പേര് ഹീറോ ആണ്. ഇതിൽ ഫസ്റ്റ് ഹീറോ സെക്കൻഡ് ഹീറോ എന്നല്ല, ഇപ്പോൾ ഒരു 3 പേര് ഫസ്റ്റ് ഹീറോമാരി. നമുക്ക് കഥ എടുത്ത് പോവാം. ഹീറോയും ഒരു പോലീസാണ്. നമുക്ക് സ്റ്റോറി ഇട്ട് പോവാം. ഹീറോയി ഓടിച്ച് പായിച്ച് 4-5 ഗുണ്ടന്മാരെ അടിച്ചു ശരിയാക്കി. എടാ പറയടാ, എവിടെടാ നിൻ്റെ മുതലാളി? മാഡം അടിച്ചെറിട മാഡം. മാഡം പ്ലീസ് മാഡം, ഞങ്ങൾ പറയില്ല മാഡം, ഞങ്ങളെ ബോസ് നമ്മളെ മണ്ടന് കൊടുക്കും മാഡം. പിന്നെ അവർ പറയും മാഡം മാഡം എന്നെ വിട്ടു വിടാം, ഞാൻ പറഞ്ഞ. അവ പറയും ഗണ്ണെടുത്ത് ഹീറോയിൻ മറ്റായിരുന്നു. ശരി മാഡം, ഉള്ള പ്ലേസ് പറഞ്ഞു. ശരിടാ. റോസി. എന്താ മാഡം ഇവരകത്ത് കിട്ടുമോ? ഓക്കെ മാഡം. ശരി. അങ്ങനെ ആ ഗുഡൗണിക്ക് വന്നു. ഗുഡൗണിൽ വന്നു 4-5 ഇടി വെച്ചു. ഇനി മേലായി നിറയെ ആപത്ത്, നിറയെ കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യടാ മട്ടത്തളിയ എന്ന ഹീറോയിൻ വണ്ടിയിൽ വെച്ചു. അയ്യോ മാഡം, സോറി മാഡം. മാഡം നിങ്ങൾക്കാണ് സുന്ദരിയായിട്ടുണ്ടല്ലോ മാഡം. എന്താടാ? ഒന്നുമില്ല മാഡം. അങ്ങനെ അവനെ പിടിച്ച് അകത്തിയിട്ടു. വേറെ ആരും ഉണ്ട് മാഡം? മാഡം പ്ലീസ് മാഡം. ഫോൺ വന്നു ആ മട്ടത്തലേൻ്റെ. ഫോൺ എടുത്ത് എടാ മാഡം സ്പീക്കർ വെക്കടാ. ശരി മാഡം, അടിക്കരുത് മാഡം, അടിക്കട്ടെ, എൻ്റെ കുട്ടികൾ എനിക്ക് ഉണ്ടാവില്ല. എടാ മട്ടത്തലയാ, നിനക്ക് എത്ര വയസ്സായി? മാഡം എനിക്ക് 40 വയസ്സായി. എത്ര മാഡം? ഒട്ടി. നിനക്ക് എത്രയാ വൈഫുള്ളത്? മാഡം എനിക്കിപ്പോൾ 7 വൈഫാണ് മാഡം ഉള്ളത്. എന്താ 7? അതെ മാഡം, എനിക്ക് 7 വയസ്സാണ്. മുറയ്ക്കാൻ നോക്കി. അതെ മാഡം 6 വൈഫായിരുന്നു മാഡം. ഞാൻ കുറച്ച് നാളെ 7ാമത്തെ വൈഫിനെ കല്യാണം കഴിച്ചു മാഡം. അതിൽ എൻ്റെ വൈഫ് എൻ്റെ കൂടെ റൊമാൻസ് ചെയ്യണം മാഡം. അതുകൊണ്ട് ഇപ്പോൾ ഇത് തെച്ചുണ്ട് മാഡം. ഞാൻ കുറച്ച് ഇവിടെ ബിസിയാണ്. നാളെ പോയിട്ട് എൻ്റെ വൈഫ് കൂടെ ജോലി ചെയ്യണം മാഡം. ഒട്ടും അങ്ങനെ ഹീറോയ്ക്ക് ടെൻഷനായി. ആ ഫോൺ ഓൺ ചെയ്ത് നോക്കുമ്പോൾ എടാ റുക്കു അല്ല റോക്കി. ബോസ്. പറഞ്ഞേക്കടാ. ബോയ്സ് ഇന്ത്യക്ക് വന്നിരുന്നു. അവരെ കിഡ്നാപ്പ് ചെയ്ത് കഴിഞ്ഞോ? ബോസ് അത് കിഡ്നാപ്പ് ചെയ്ത് കഴിഞ്ഞോ? കിഡ്നാപ്പർ എൻ്റെ ആൾക്കാർ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടോ? അഗുഡ് കണക്ക് അവരെ എടുത്തുകൊണ്ട് വരുമോ? നീ അവരെ സൂക്ഷിച്ച് നോക്കണം, ഫുഡെല്ലാം കൊടുക്കണം, മനസ്സിലായാ? പറയടാ. ശരി പോരടാ. ശരി മാഡം, അവർ സൂക്ഷിക്കണം. മാത്രം അവരുടെ കേപ്പപ്പ് ഐഡൽസാണ്, സൂക്ഷിക്കണം. അവർ മയങ്ങിയിട്ടുണ്ട്, ബോധകണിയിട്ടുണ്ടോ? ശരി ഓക്കെ. സോറി, നീ നോക്കിക്കടാ. ശരി. പിന്നെ റോക്കിക്ക് അടിച്ചു വെച്ചു. റോക്കി മാഡം മുന്നേ വിട്ടാ. നീ ചെയ്തില്ല. റോക്കിൻ്റെ കയ്യിൽ ഒരു ടാബ്ലറ്റ് ഇട്ടു. റോക്കി പേടിക്കാൻ തുടങ്ങി. എടാ ഈ ക്യാൻറ്റീനോസ് എൻ്റെ കയ്യിലുള്ളത്, ഇത് പോയ്സന്. ഇത് നേരെ അവർ വന്ന് അകത്തിടുന്നു, മനസ്സിലായോ റോക്കി? മാഡം നീ ഇത് കഴിച്ചില്ല, നിനക്ക് കുട്ടികളുണ്ടാവില്ല. മാഡം അതെ ഇത് കുറച്ച് നേരം ഉള്ളത്. ഇല്ല, എനിക്ക് ആൻറ്റസോർ ചെയ്തില്ല അല്ലേ, നിനക്ക് കുട്ടിയേ ഉണ്ടാവില്ല. അതുമാത്രമല്ല നിനക്ക് ഇത് എന്നിനും യൂസ് ആവില്ല മാഡം. അതുമാത്രമല്ല നിനക്ക് നടക്കാൻ പറ്റില്ല മാഡം. നീ മറുകെ സ്ഥലമാവും മാഡം. അങ്ങനെ എന്ത് ചെയ്യണം മാഡം? ഞാൻ നോക്കിയോളാം. റോക്കി. അതെ, റോക്കിയാണ്, തലവേനാണ്. അങ്ങനെ വാൻ വന്ന്, ബ്ലാക്ക് വണ്ടി. അതിൽ 3 പേരെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ടു. ശരി റോക്കി സർ. ഓക്കെടാ, അവിടെ വെച്ചോടാ. റോക്കിൻ്റെ പിന്നെ റോക്കിൻ്റെ കയ്യിൽ 3 പേരെ കൊട്ട് അവിടെ ഇട്ടു. അവർ പോയി റോക്കിനെ ഇടിച്ചു ശരിയാക്കി. റോക്കി മെട്ടും. അങ്ങനെ റോക്കിനെ മയങ്ങി. റോക്കി കുറച്ച് നേരം കഴിഞ്ഞ് റോക്കിക്ക് സ്പ്രേ അടുപ്പിച്ച് റോക്കി അവിടേക്ക് മയങ്ങി വീണു. ഇവനെടുത്ത് ഞാൻ പറഞ്ഞ സീക്രട്ട് പ്ലേസിൽ ഇവനെ കൊണ്ടുപോയി കെട്ടിയിട്. ശരി, ഇവരെ 3 പേരെ എൻ്റെ വണ്ടിയിലിട്. മേട്ടും പറഞ്ഞേക്കടാ, ഇവൻ എൻ്റെ വണ്ടിയിലിട്ടോ. ശരി മാം. അങ്ങനെ ആ 3 പേരെ വണ്ടിയിലിട്ടു. അയ്യോ, ഇവരെ പോത്ത് മാറിയുണ്ടല്ലേ, ഇവരെ വെയിറ്റ് ചെയ്ത് എന്ത് ചെയ്യാം? ഹീറോയെ കുറിച്ച് റോസി. റോഹി അർജുൻ. നിങ്ങളെ വണ്ടിയിൽ കയറിക്കോ. ശരി മാം. അങ്ങനെ വണ്ടിയിൽ കയറി. അങ്ങനെയായിട്ട് വണ്ടിയിലിട്ടിട്ട് 3 പേരെ വണ്ടിയിലിട്ടിട്ട് എൻ്റെ സീക്രട്ട് പ്ലേസ് കൊണ്ടുപോവുക. അങ്ങനെ ഹീറോയുടെ സീക്രട്ട് ഹൗസ് ആയിരുന്നു. അവിടെ 3 പേരെ കൊണ്ട് മാഡമിൻ്റെ വീട്ടിലാണോ? അതെ ഇവിടെ ഇട്ടിട്ട് അങ്ങനെ 3 പേരെ കൊണ്ട് ബെഡിലിട്ടു. ശരി ഓക്കെ, നിങ്ങൾ പോയിക്കോ. ഇവിടെ കണ്ടു തീർന്നു മാഡം. ഇവരെ പേടിച്ചിട്ട് പോയി ഒപ്പിട്ടാനൊക്കെ. റോസി നീ ഇവിടെ ഇരുന്നോ? അർജുൻ നീ പോയിക്കോ. ശരി മാഡം. അങ്ങനെ അർജുൻ പോയി. അർജുൻ മാരേജ് വൈഫ് ഉള്ളതുകൊണ്ട്
റോസി പറയാൻ തുടങ്ങി, മച്ചി ഇപ്പോൾ നീ ഇപ്പോൾ നോർമലയോ? അതെടി, ഇപ്പോൾ പോലീസായത് കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതെ, ഹീറോയും റോസി ഫ്രണ്ട്സാണ്, ക്ലാസ്മേറ്റ്, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്, സ്കൂൾ കോളേജ് എല്ലാം ഒക്കത്തെയാണ് മച്ചി. ഇവർ 3 പേർ ഐഡലാണടി. ഐഡൽ പറഞ്ഞാൽ കേപ്പപ്പടലാ. ഹീറോയെ ശ്രദ്ധിച്ച് നോക്കാൻ തുടങ്ങി. ഇപ്പോഴാണ് നിൽക്കുന്നത്. ഹീറോയ്ക്ക് ഷോക്കായി. എന്ത്, ഈ 3 പേരെ കിഡ്നാപ്പ് ചെയ്തതാ? അടിപ്പാവി, നോക്കടി ഈ 3 പേര്. ഇപ്പം മച്ചി നീ ഒന്ന് റിയാക്ഷൻ കാട്ടേണ്ടടി. ശരി, ഒന്ന് അറിയാതെ മറിയാടിക്ക്. അയ്യോടി, ഇവരെ നേരിൽ കാണാൻ എന്ത് ക്യൂട്ടായിട്ടുണ്ടല്ലേ, ഫോണിൽ നോക്കുന്ന മുമ്പ് നേരിൽ കാണാൻ ഭംഗിയായിട്ടുണ്ടല്ലോടി മച്ചി. ഇങ്ങനെ റോസിലൂടെ പറയാം. എടീ റോസ് പറയാ, എടീ നീ ഒന്ന് കാട്ടണ്ട പ്രിയ, റിയാക്ഷൻ ഒന്നും കാട്ടണം, അറിയാതെ മച്ചി. ശരി, ഓക്കെ. അങ്ങനെ ഫസ്റ്റ് ജിമ്മിൻ കാണും തുറന്നു. എനിക്ക് തലവേദന. ജിമ്മിൻ്റെ തല ഇങ്ങനെ എണിച്ച്, ഇത് എവിടെ പ്ലേസ്? അങ്ങനെ ഹീറോ യൂണിഫോം ഇട്ടായിരുന്നു. നിങ്ങളാരാ? പോലീസ്. പോലീസാ? നിങ്ങളെതിനാ എന്നെ കിഡ്നാപ്പ് ചെയ്തത്? റോസ് പറയാൻ തുടങ്ങി, ഞങ്ങളെല്ലാം പോലീസാണ്, നിങ്ങളെ കിഡ്നാപ്പ് ചെയ്തത്, അതുകൊണ്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്തത്. നിങ്ങൾ കുറച്ച് നാൾ ഇവിടെ ഇരുന്നോ? നിങ്ങൾക്ക് ആരോട് സംസാരിക്കണോ? എന്താ ഫോൺ, ഇതിൽ നിന്ന് സംസാരിച്ചോ. ഓക്കെ, താങ്ക് യു മാഡം. അങ്ങനെയായിട്ട് ഹലോ നഞ്ജുൻ നടന്ന കാര്യം പറയാൻ തുടങ്ങി. ശരി, ഓക്കെ, ഇപ്പോൾ പ്രശ്നം സോൾവ് ചെയ്യാം. 6 മിനിറ്റ് ഫോണിൽ ഇങ്ങനെ വീഡിയോ കോൾ സംസാരിക്കാനേ. നിങ്ങൾ പേടിക്കുക വേണ്ട. അത് മാത്രമല്ല, നിങ്ങൾ അവിടെ ഇരുന്ന് നിങ്ങൾക്ക് ആപത്താവും. ഞാൻ അർജുനെ അയക്കാം നാളെ. നിങ്ങൾ ഇപ്പം നിങ്ങളുടെ പ്ലേസിൽ സൂക്ഷിച്ചിരുന്നാൽ മതി. അർജുനെ ഞാൻ അയക്കാം, നിങ്ങൾ അർജുനെ കൂടെ വാ വണ്ടിയിൽ എന്ന് ഹീറോയി പറഞ്ഞു. ശരി, ഇവരെ 3 പേരെ ഡ്രസ്സ് അതെല്ലാം എടുത്തോണ്ട് വാ. ശരി, ഓക്കെ. അങ്ങനായിട്ട് 6 മണി പറഞ്ഞു. രാവിലെ അവരുടെ ഡ്രസ്സ് എല്ലാ സാധനവും കൊണ്ടുവന്നു. അങ്ങനെ ജിമ്മിനിക്ക് ജങ്കുക്കും വീക്ക് ഓൾറെഡി ഹീറോയി ഡ്രസ്സ് കൊടുത്തിരുന്നു. അവർക്ക് കറക്റ്റാണ്, അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. എൻ്റെ ഓൾറെഡി ഡ്രസ്സ് ഉണ്ടായിരുന്നു, ഇതാരെ ഡ്രസ്സ്? ഇല്ല, ഞാൻ ചുമ്മാ വെറുതെ വാങ്ങിയതാ. നിങ്ങൾ മതി 3 പേർ എനിക്ക് ഫ്രണ്ട്സും ഉണ്ട്, അവർക്കാ അങ്ങനെ പറഞ്ഞ. റോസ് മനസ്സിലിരിക്കുക, അടിപ്പാവി, ഇവർ 3 പേർക്ക് വേണ്ടി ആസിലെ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കൊടുത്തോ? ഇടി മണ്ടി, എന്ത് കളവ് പറയാ? റോസ് മനസ്സിലിരിച്ച് പറയാൻ തുടങ്ങിയാണ്. ഇവർക്ക് 3 പേർക്കാണ് ഹീറോയിൻ വാങ്ങിയത്, അത് കളവ് പറഞ്ഞായിരുന്നു. റോസിക്ക്